നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കുക, നിങ്ങളുടെ സംശയങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കുക. ലോകത്തിന് വിശ്വാസികളെയാണ് ആവശ്യം. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ഒരു വാക്കുകൊണ്ട് ഒരാളെ തളർത്താനും അതേസമയം ഒരാളെ ഉയർത്താനും നമുക്ക് സാധിക്കും. നമ്മുടെ ഉള്ളിലെ സംശയങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ നാം അന്ധകാരത്തെയാണ് പരത്തുന്നത്. എന്നാൽ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം പ്രകാശത്തെയാണ് പകരുന്നത്. ദൈവജനം ഇപ്രകാരം പറയുന്നു, വിശ്വസിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. ബൈബിളിലെ കാലേബിന്റെയും യോശുവയുടെയും ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. കനാൻ ദേശം ഉറ്റുനോക്കി വന്ന 10 പേർ തങ്ങളുടെ സംശയങ്ങളെക്കുറിച്ചും ഭയത്തെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ തളർന്നുപോയി. എന്നാൽ കാലേബും യോശുവയും തങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഉറക്കെ സംസാരിച്ചു. ആ വാക്കുകളാണ് ഒരു ജനതയെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കാൻ കരുത്ത് നൽകിയത്. ലോകത്തിന് ആവശ്യം ഭയപ്പെടുത്തുന്ന ഒറ്റുകാരിയല്ല, മറിച്ച് പ്രത്യാശ നൽകുന്ന വിശ്വാസികളെയാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഭക്ഷണം നൽകരുത്, അവ പട്ടിണി കിടന്ന് മരിക്കട്ടെ. പകരം നിങ്ങളുടെ വിശ്വാസത്തെ വാക്കുകൾ കൊണ്ട് പോഷിപ്പിക്കുക. ലോകം ഇതിനകം തന്നെ നിരാശയിലാണ്. അവിടെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് ഒരു വലിയ വിപ്ലവത്തിന് തുടക്കമിടും. നമ്മുടെ സംശയങ്ങൾ ദൈവത്തോട് മാത്രം പറയുക, എന്നാൽ നമ്മുടെ വിശ്വാസം ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുക. എൻ്റെ ഉപദേശം ഇതാണ്: നിരാശയുടെയും പരാജയത്തിൻ്റെയും വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വരാൻ അനുവദിക്കരുത്. സാഹചര്യങ്ങൾ എത്ര കഠിനമാണെങ്കിലും ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക. നിങ്ങൾ വിശ്വാസം പ്രസംഗിക്കുമ്പോൾ കേട്ട് നിൽക്കുന്നവരുടെ ഉള്ളിൽ കെട്ടുപോയ വിളക്കുകൾ വീണ്ടും തെളിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലോകത്തിന് ഒരു വഴികാട്ടിയാവുക. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കാവുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.